ഹായ്, സ്റ്റാൻലി വടക്കൻ. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഞാനിന്നൊരു കഥ പറയാൻ പോവുകയാണ്. കേട്ടിട്ടുള്ള കഥയായിരിക്കും എങ്കിലും. ഒരു കാട്ടിൽ ഒരു കഴുതയും പുലിയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു തർക്കത്തിലേക്ക് ഏർപ്പെട്ടു. അത് എല്ലാ മനുഷ്യന്മാർക്കും സംഭവിക്കുന്നത്, പെട്ടെന്ന് തർക്കത്തിലേക്ക് പോകുക. തർക്കം ഇതായിരുന്നു, അവിടെ പച്ച പരവതാനി വിരിച്ച പോലെ നല്ല പുൽമേടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കഴുത പറയുന്ന പുലിയോട്, ഈ കാണുന്നതൊക്കെ നല്ല നീല നിറമാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ. പുലി പറയും, നീല നിറം എന്താ നീ പറയണേ കഴുത, ഇത് മുഴുവൻ പച്ച നിറമല്ലേ, പച്ചപ്പല്ലേ കാണുന്നത്. അപ്പോൾ അല്ല, ഇത് നീലയാണ്, പുലിക്ക് കണ്ണ് കാണില്ലേ. അങ്ങനെ പറഞ്ഞ് കുറേ ഭയങ്കര വലിയ തർക്കമായി. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാവുന്ന രീതിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ സിംഹരാജാവ് ആ വഴിക്ക് പോകുന്നു. എന്താ പ്രശ്നം എന്ന് വന്ന് ചോദിച്ചു. അപ്പോൾ പുലി പറയും, രാജാവെ ഒന്ന് തീർപ്പ് കൽപ്പിക്കണം, കാരണം ഇവിടെ കഴുത പറയുന്നു ഇത് മുഴുവൻ നീല നിറമാണെന്ന്, എനിക്കറിയാം അത് പച്ചയാണെന്ന്. അപ്പോൾ കഴുത തർക്കിച്ച് നിൽക്കുകയാണ്, അത് നീല തന്നെയാണെന്ന് പറഞ്ഞിട്ട്. സിംഹരാജാവ് ഒരു സെക്കൻഡ് കഴുതയും പുലിയെയും ഒന്ന് നോക്കി. എന്നിട്ട് കഴുതയോട് നോക്കിയിട്ട് പറഞ്ഞു, കഴുത പറഞ്ഞതാ ശരി, ഇതൊക്കെ നീലയാണ്. അത് മാത്രമല്ല, പുലി നിനക്ക് 6 മാസത്തേക്ക് തടവ് ശിക്ഷ അവിടെ പറഞ്ഞിട്ട് സിംഹം പതുക്കെ അവിടെ നിന്ന് നീങ്ങും. എല്ലാ പ്രാണികളും ജീവികളും അവരവരുടെ സ്ഥലത്തേക്ക് മാറിപ്പോകും. പുലി സിംഹത്തിൻ്റെ പിന്നാലെ വന്നിട്ട് സിംഹത്തിനോട് ചോദിക്കും, പ്രഭു എന്ത് പണിയെ കാണിച്ചത്? പ്രഭുവിനും അറിയാം ഈ കാണുന്നതൊക്കെ പച്ചയാണ് അല്ലേ, ഒന്ന് നോക്കിയേ. എന്നിട്ട് പിന്നെ നീലയാണ് ശരി എന്ന് പറയാനുള്ള കാരണം അത് പോട്ടെ, അത് കഴിഞ്ഞ് എന്നെ ശിക്ഷിക്കാനുള്ള കാരണം മനസ്സിലായില്ല. അപ്പോൾ സിംഹം പറയും, നീയെ ആരോടാ തർക്കിച്ചേ? കഴുതയോട്. അതെ, കഴുതയോട്. വിവരമില്ലാത്ത, ബോധമില്ലാത്ത, കാര്യങ്ങൾ അറിയാത്ത ഒരാളോട് എല്ലാം അറിയുന്ന നീ തർക്കിക്കാൻ പോവുക എന്ന് പറയുന്നത് തന്നെ നീ ചെയ്ത ആദ്യത്തെ തെറ്റാണ്. കഴുതയോട് തർക്കിക്കണ്ട, അതെന്താ പറയുക, കണ്ണടച്ച് പോവുക. അതുകൊണ്ടൊന്നും അത് പച്ചയായാലും നീലയായാലും നിനക്കൊന്നും കിട്ടാനില്ല, കഴുതയ്ക്കൊന്നും കിട്ടാനില്ല. സോ ദിസ് ഈസ് ദ സ്റ്റോറി. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തു, നീ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നിനക്ക് 6 മാസത്തെ ജയിൽവാസം എന്ന് പറയും. ഞാനത് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്, ഒരു ആവശ്യമില്ലാണ്ട് നമ്മൾ തർക്കത്തിൽ ഏർപ്പെടും. കൂട്ടുകാരായിട്ട്, സഹപ്രവർത്തകരായിട്ട്, അയൽവക്കക്കാരായിട്ട്, പല പല ഏരിയയിലും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു തർക്കം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? എന്തെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം. ശരിയാണോ? രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ തർക്കത്തിലേക്ക് ഇറങ്ങാവൂ. പലപ്പോഴും പലരോടും നമ്മൾ ഇടപെടുമ്പോൾ കഴുതകളായിട്ടാണ് വന്ന് നമ്മൾ തർക്കിക്കാൻ വരുന്നത്. നമ്മൾ പുലികളാണ്, ആ കാര്യങ്ങൾ അറിയാവുന്നവരാണ്, കോൺഫിഡൻസ് ഉള്ളവരാണ്. ആ വ്യക്തിത്വം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കഴുതകൾ എന്ന് വെച്ചാൽ നിസ്സാരമായി തർക്കിക്കാൻ വരുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. ശരി, നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും നഷ്ടമില്ല, അവനും നഷ്ടമില്ല. അതോടുകൂടി നമ്മളൊന്നും ഇടിഞ്ഞു പോല, പുലി തന്നെയായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം ജീവിതത്തിൽ. അപ്പോൾ കഴിയുന്നതും സമയം കളയാതെ, ചെലവഴിക്കാതെ, പാഴാക്കാതെ പോകണമെങ്കിൽ കഴുതകളോട് തർക്കിക്കാതിരിക്കുക. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.